സൊസൈറ്റി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മസ്കുലിൻ അല്ലെങ്കിൽ ഒരു ആണ് എന്ന് പറയുന്ന ഒരു ചട്ടക്കൂടുണ്ട്. ആണാണോടാ നീയൊക്കെ എന്ന് ചോദിക്കും. ഇന്നത്തെ കാലത്ത് ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ജോലി വേണം എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ജോലിക്ക് ശ്രമിക്കുകയാണ് എന്ന് പറയുന്നത് പെൺകുട്ടിക്ക് അത്രയും ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമല്ല. ആൺകുട്ടിക്ക് അത് അങ്ങേറ്റം ടെൻഷനുള്ളൊരു കാര്യം. ജോലിയില്ലാത്ത ആൺകുട്ടികളെ കല്യാണം കഴിക്കാൻ എത്രത്തോളം പെൺകുട്ടികളും എത്രത്തോളം പാരന്റ്സ് വില്ലിങ് തയ്യാറാവും എന്നുള്ളൊരു സാധനം ഉണ്ട്. പിന്നെ ഈ ആൺകുട്ടികളുടെ ഇടയ്ക്ക് ഒരു ബ്രോക്കോഡ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടല്ലോ. പക്ഷെ അതും ഇവർ ഈ കൂട്ടം കൂടിയിരിക്കുമ്പോൾ തമാശ പറയും, കലങ്ങി പോയിരിക്കുമ്പോഴായാലും തമാശകൾ പറയും, പ്രണയത്തിൻ്റെ കാര്യം പറയും, ഒക്കെ പറയും. പക്ഷെ അപ്പോഴും ഇവരുടെ ഉള്ളിലുള്ള ടെൻഷൻസിനെ കുറിച്ചോ ആങ്സൈറ്റികളെ കുറിച്ചോ 90% സമയത്തും ഇവർ സംസാരിക്കില്ല. ഇത്രയും വൾണറബിൾ ആണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഇവർ ലോലനായിട്ട് കാണുമോ, ഞാൻ ഒരു ശുദ്ധനാണ്, എന്നെ കൊണ്ടൊന്നിനും കൊള്ളൂല, ഒരു പാവത്താനാണ് എന്ന് വിചാരിക്കുമോ? ഞാൻ സ്ട്രോങ് ആയിട്ട് നിൽക്കണമല്ലോ. ആ പ്രണയം ഞാൻ കുറേ ഇൻവെസ്റ്റ് ചെയ്തതാണ്, എനിക്ക് ഭയങ്കര വിഷമമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ ജഡ്ജ് ചെയ്യുന്ന കൂട്ടുകാരുണ്ടോ എന്നുള്ള ഭയമുണ്ട്. ഇത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ഇമോഷണലി ഓപ്പൺ അപ്പ് ചെയ്യാനുള്ള ഒരു സ്പേസ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. ഒരു ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിക്ക് കൊടുക്കുന്ന അതേ ഒരു ഇമോഷണൽ സപ്പോർട്ട് ആൺകുട്ടികൾക്കും കൊടുക്കണം. ഇരുന്ന് ഓപ്പണായിട്ട് സംസാരിക്കുക, ജഡ്ജ് ചെയ്യാതിരിക്കുക. ആൺകുട്ടികൾ ഇങ്ങനെ തുറന്ന് സംസാരിച്ച് ശീലമില്ലാത്തവരാണ് കൂടുതലും. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്യണം. നമ്മുടെ ഫ്രണ്ട്സ് അല്ലേ, അവരെ നമുക്ക് വേണമല്ലോ. അപ്പോൾ കുറച്ചുകൂടി സമയം ഇൻവെസ്റ്റ് ചെയ്ത് അവരെ കൊണ്ട് അവരുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ പറയിക്കുക. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഹെൽപ്പാണ് ചെയ്തു കൊടുക്കുക. പിന്നെ സോഷ്യൽ പ്രഷർ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതായത് ഒരു ടിപ്പിക്കൽ സൊസൈറ്റി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മസ്കുലിൻ അല്ലെങ്കിൽ ഒരു ആണ് എന്ന് പറയുന്ന ഒരു ചട്ടക്കൂടുണ്ട്. അതിനകത്ത് പെടാത്ത എന്തിനേയും അവരങ്ങ് ആണല്ല, ടിപ്പിക്കലി അങ്ങനെ എടുത്തു പറയുവാണെങ്കിൽ ആണല്ല, ആണാണോടാ നീയൊക്കെ എന്ന് ചോദിക്കും. അതായത് ഇപ്പം ടീനേജിലും ഏർലി യൂത്തിലും ഒക്കെ ഇവർ ഈ സമൂഹത്തിൽ നിന്ന് കേൾക്കുന്ന, ഇപ്പം കോളേജിൽ പഠിച്ച പയ്യൻ ഇപ്പം എന്തെങ്കിലും സപ്ലി ഒക്കെ ഉണ്ടെങ്കിൽ സപ്ലി അടിച്ചടിച്ചടിച്ച് ഈ വടക്കൻ സെൽഫിയിൽ കാണിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, വളരെ കറക്റ്റാണ്. ഒരു കൂടെ പഠിച്ച ഒരു പയ്യൻ അത്യാവശ്യം നന്നായി പഠിച്ച് പാസ് മാർക്ക് വാങ്ങി പോയെങ്കിൽ കുറച്ചൊരു സപ്ലി കിട്ടിയ ചെക്കൻ്റെ കാര്യം പോക്കാം. കാരണം അവനെ സൊസൈറ്റിയിൽ ഇട്ട് ഇങ്ങനെ ടാർണിഷ് ചെയ്യുന്ന ഒരു സാധനം ഉണ്ടല്ലോ. നിന്നെ ഒന്നിനും കൊള്ളൂല്ല, നിന്നെ പഠിക്കാനും കൊള്ളൂല്ല, നിന്റെ കൂടെ പഠിച്ചവനൊക്കെ ദേ ജോലിക്ക് പോയി വീട്ടിലേക്ക് അരി മേടിച്ചു തുടങ്ങി, നിന്നെ എന്തിനു കൊള്ളാം? വീട്ടുകാർക്ക് പ്രശ്നം ഉണ്ടാവില്ല, നാട്ടുകാർക്കായിരിക്കും ഏറ്റവും വലിയ പ്രശ്നം. എല്ലാ കാര്യത്തിലും നാട്ടുകാരുടെ സോഷ്യൽ പ്രശ്നമാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്തത്. അതായത് ജോലി കിട്ടിയില്ല എന്ന് പറയുന്നത് ഒരു ആൺകുട്ടിക്ക് ഇത് ഭയങ്കര പ്രഷർ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. ഇപ്പം ഇന്നത്തെ കാലത്ത് ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ജോലി വേണം എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ജോലിക്ക് ശ്രമിക്കുകയാണ് എന്ന് പറയുന്നത് പെൺകുട്ടിക്ക് അത്രയും ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമല്ല. ആൺകുട്ടിക്ക് അത് അങ്ങേറ്റം ടെൻഷനുള്ളൊരു കാര്യം. അത് പെൺകുട്ടിക്ക് കല്യാണം എങ്ങനെയാണോ അതുപോലെയാണ് ആൺകുട്ടിക്ക് ജോലി. അതായത് ഒരു 10-26 വയസ്സായിട്ടും കല്യാണം നടക്കാത്ത ഒരു പെൺകുട്ടിക്ക് എന്തൊക്കെ ട്രോമയാണോ സൊസൈറ്റിയിൽ നിന്ന് കിട്ടുന്നത് അതേ സാധനമാണ് പ്രോപ്പറായിട്ടുള്ള ജോലി കിട്ടാത്ത ഒരു ആൺകുട്ടിക്ക് കിട്ടുന്നത്. നമ്മൾ ഇപ്പം പെൺകുട്ടികൾ ഞാൻ പണിയെടുത്ത് അവനെ നോക്കിക്കോളാന്ന് പറയുന്ന ഡയലോഗിനൊക്കെ ഇപ്പം ഭയങ്കര കയ്യടി കിട്ടൂലോ. ഞാൻ നോക്കി അങ്ങനെ പറയുമ്പോൾ പോലും ആ ആൺകുട്ടിയുടെ ഉള്ളിൽ ഒരു കണ്ടീഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ജോലിയില്ലാത്ത ആൺകുട്ടികളെ കല്യാണം കഴിക്കാൻ എത്രത്തോളം പെൺകുട്ടികളും എത്രത്തോളം പാരന്റ്സ് വില്ലിങ് തയ്യാറാവും എന്നുള്ളൊരു സാധനം ഉണ്ട്. അതിനകത്തേക്ക് എത്തിച്ചുവിടാം. പക്ഷെ പെൺകുട്ടിക്ക് ജോലിയില്ല എന്നുള്ളത് വലിയ വിഷയമല്ല. അതായത് അതിന്റെ ഒരു വേറൊരു സാധനവും കൂടി ഉണ്ട്. ഒരു കുട്ടിയൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ പെൺകുട്ടിക്ക് ജോലിക്ക് പോകാൻ പറ്റുന്ന കണ്ടീഷൻ ആണോ എന്നുള്ളൊരു ചോദ്യം നമ്മുടെ സൊസൈറ്റിയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഓക്കെ, അവൻ അതുകൊണ്ട് വെൽ സെറ്റിൽഡ് ആയിരിക്കണം, നല്ല സാലറി ഉണ്ടായിരിക്കണം, കുടുംബത്തെ നോക്കാൻ പറ്റണം. ഇതിപ്പോൾ ജോലി കിട്ടിക്കഴിഞ്ഞാലും എൻ്റെ പല ഫ്രണ്ട്സും ഉണ്ട്, അവർക്ക് കല്യാണം കഴിക്കാനുള്ളൊരു കോൺഫിഡൻസ് ഇല്ലാത്തത്. അവർ പറയുന്നത് ഞാൻ ഫിനാൻഷ്യലി സ്ട്രോങ് ഇനഫ് ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നല്ല സാലറി ആയിരിക്കും അല്ലേ, അത്യാവശ്യം നല്ല സാലറി ഉണ്ടാവും. പക്ഷെ എന്നാൽ പോലും ഈ ഒരു ഭയം, ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയാണ്. അതായത് കല്യാണം കഴിച്ച ഒരു കുടുംബത്തിൽ കുടുംബനാഥൻ ആവണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തോ ഒരു ഭയങ്കര വലിയ സാധനമാണ് എന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ ഇവർക്ക് അടിച്ചേൽപ്പിച്ച് സൊസൈറ്റി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈശ്വര, അപ്പം എൻ്റെ ഭാര്യേനെ മക്കളെയും വീടും ഒക്കെ ഞാൻ നോക്കണം, എൻ്റെ അച്ഛനും അമ്മേനെ ഞാൻ നോക്കണം, എൻ്റെ പെങ്ങളെ ഞാൻ നോക്കണം, ആ നോക്കണം, ഈ നോക്കണം.
ഇതിന്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല, അവനവന്റെ കാര്യം നോക്കിയാൽ അവർ താളത്തിലങ്ങ് പൊയ്ക്കോളും. പക്ഷെ ഇവരുടെ ഉള്ളിലേക്ക് അടിച്ചു കയറ്റി വെച്ചിരിക്കുന്ന ഈ സാധനം ഉണ്ടല്ലോ, എല്ലാം എന്റെ ചുമലിലാണ്. അത് അച്ഛനെ മുത്തച്ഛനെ ഒക്കെ കണ്ട് ശീലിച്ചേക്കുന്നതായിരിക്കും. നമ്മുടെയൊക്കെ വീട്ടിലെ മുത്തച്ഛന്മാരൊരു തീരുമാനം പറയുന്നു, ബാക്കി എല്ലാവരും അതിങ്ങനെ അനുസരിക്കുന്നു. അതാണ് നമ്മുടെ അച്ഛന്മാരിലേക്ക് വരുന്നു, അച്ഛന്മാരൊരു തീരുമാനം പറയുന്നു, നമ്മളെല്ലാവരും അനുസരിക്കുന്നു. ഈ സാധനമാണല്ലോ നമ്മൾ നമ്മുടെ ഫാമിലി എന്ന് പറയുന്ന സെറ്റപ്പിൽ കണ്ടുവരുന്നത്. തിരിച്ച് അഭിപ്രായം പറയുന്ന സ്ത്രീകളൊക്കെ ഇപ്പോഴാണല്ലോ ഇത്രയും ശക്തമെന്ന്. പണ്ടില്ല എന്നല്ല, ഇപ്പോഴാണ് കൂടുതൽ. കാരണം ഫിനാൻഷ്യലി നമ്മൾ ഇൻഡിപെൻഡന്റ് ആകുമ്പോഴാണല്ലോ നമ്മുടെ അഭിപ്രായങ്ങൾ മാനിക്കപ്പെടുന്നത്. പണ്ട് അച്ഛൻ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ആളാണ്, ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ആൾക്കാണ് അതോറിറ്റി ഉണ്ടാവുക. അവര് സംസാരിക്കുന്നു, അമ്മ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നു, സ്ത്രീജനങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നു. അപ്പൊ അത് കണ്ടീഷനിങ് ചെറുപ്പം മുതൽ ഒക്കെ. ചില വീടുകളിൽ മുത്തച്ഛന്മാർ മിണ്ടാതിരിയിടാന്ന് പറഞ്ഞാൽ ആ വീട് ഫുൾ സൈലന്റ് ആവും. ചാച്ചൻ അല്ലെങ്കിൽ ഗ്രാൻഡ് പാരന്റ്സ് ഉറങ്ങാണ്, ഇവിടെ ഒരു പാത്രം വീഴാൻ പാടില്ല. അത്ര ഒരു മെയിലിനെ അത്രയും അതോറിറ്റി കണ്ട് വളർന്നു കഴിയുമ്പം അതിലേക്കാണ് ഞാനും എത്തേണ്ടത്. പക്ഷെ ഞാനവിടെ എത്തിയിട്ടില്ലല്ലോ എന്നൊരു ക്ലാഷ് അവരുടെ ഉള്ളിൽ നടക്കും. അതായത് ആം ഐ സ്ട്രോങ് ഇനഫ്, ഞാൻ ഇനഫ് ആണോ ഇപ്പോൾ, ആം ഐ ഗുഡ് ഇനഫ്, എനിക്ക് ആവശ്യത്തിന് സാലറി ഉണ്ടോ, എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റുമോ, ഇപ്പോൾ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാലും ഈ ജോലിയാണോ എനിക്ക് നല്ലത്, എനിക്ക് കുറച്ചുകൂടി ബെറ്റർ വേണോ, ഇതും കൊണ്ട് എനിക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെയുള്ള 100,000 ടെൻഷൻസ് അവരുടെ ഉള്ളിൽ. പക്ഷേ ഇവരിതൊന്നും ആരോടും തുറന്ന് പറയത്തുമില്ല. കാരണം ഇത് തുറന്ന് പറഞ്ഞാൽ അത് അവൻ്റെ ഒരു വീക്ക്നെസ് ആയിട്ടാണ് അവൻ തന്നെ വിചാരിക്കുന്നത്. അവനെ അങ്ങനെയാണ് ശീലിപ്പിച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ ഈ ആൺകുട്ടികളുടെ ഇടയ്ക്ക് ഒരു ബ്രോക്കോഡ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടല്ലോ. പക്ഷെ അതും ഇവർ ഈ കൂട്ടം കൂടിയിരിക്കുമ്പോൾ തമാശ പറയും, കലങ്ങി പോയിരിക്കുമ്പോഴായാലും തമാശകൾ പറയും, പ്രണയത്തിൻ്റെ കാര്യം പറയും, ഒക്കെ പറയും. പക്ഷെ അപ്പോഴും ഇവരുടെ ഉള്ളിലുള്ള ടെൻഷൻസിനെ കുറിച്ചോ ആങ്സൈറ്റികളെ കുറിച്ചോ 90% സമയത്തും ഇവർ സംസാരിക്കില്ല. കാരണം ഞാൻ അത്രയും വൾണറബിൾ ആണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഇവർ ലോലനായിട്ട് കാണുമോ, ഞാൻ ഒരു ശുദ്ധനാണ്, എന്നെ കൊണ്ടൊന്നിനും കൊള്ളൂല, ഒരു പാവത്താനാണ് എന്ന് വിചാരിക്കുമോ, ഞാൻ സ്ട്രോങ് ആയിട്ട് നിൽക്കണമല്ലോ, സ്ട്രോങ് ആണല്ലോ എൻ്റെ മെയിൻ. ചിലർ പറയും പ്രണയം പൊട്ടിക്കഴിഞ്ഞാലും അവള് പോട്ടെ, എനിക്കിതൊന്നും ഒരു പ്രശ്നമല്ല എന്നുള്ള ആറ്റിറ്റ്യൂഡ്. എന്നിട്ട് രാത്രി മുഴുവൻ ഇരുന്നിട്ട് ആരും കാണാതെ നമ്മൾ കരയുന്നുണ്ടാവും. പക്ഷെ അതവിടെ പറയാൻ പറ്റില്ല. അതെ, കാരണം അത്രയും എടാ അവള് ആ പ്രണയം ഞാൻ കുറേ ഇൻവെസ്റ്റ് ചെയ്തതാണ്, എനിക്ക് ഭയങ്കര വിഷമമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ ജഡ്ജ് ചെയ്യുന്ന കൂട്ടുകാരുണ്ടോ എന്നുള്ള ഭയമുണ്ട്. നല്ല കൂട്ടുകാരൊന്നും ജഡ്ജ് ചെയ്യില്ല, ഉറപ്പാണ്. പക്ഷേ കൂട്ടുകൂടി ഇരിക്കുമ്പോൾ തന്നെ എടാ മറ്റേ ലവനുണ്ടല്ലോ അവള് തേച്ചിട്ട് പോയെന്നും പറഞ്ഞ അളിയൻ പൂര കരച്ചില് എന്ന് പറയുന്നത് കേൾക്കുന്ന ഒരുത്തൻ ഒരിക്കലും അവന്റെ പ്രണയ തകർച്ചയെ കുറിച്ച് വന്ന് ഇവരോട് വിഷമം പറയില്ല. ഞാനില്ലാത്ത സമയത്ത് ഇവന്മാരെന്നെ കുറിച്ച് ഇങ്ങനെയായിരിക്കും പറയാന്ന് വിചാരിച്ചിട്ട്. നല്ല സുഹൃത്തുക്കൾ ഉണ്ടാവുക എന്നുള്ളത് ഒരു വളരെ അനുഗ്രഹമാണ്, അതൊരു നെസസിറ്റിയാണ്, അതൊരു ബേസിക് നീഡാണ് ഒരു ഹ്യൂമൻ്റെ. പക്ഷെ ആൺകുട്ടികൾക്ക് പലപ്പോഴും അത് മിസ്സായി പോവാറുണ്ട്. ഒരു പെൺകുട്ടിക്ക് എളുപ്പത്തിൽ അടുത്ത സുഹൃത്തുക്കൾ ഉണ്ടാകുന്ന പോലെ ഒരു ആൺകുട്ടിക്ക് ഉണ്ടാവാറില്ല. അതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്, അവരുടേതല്ലാത്തതായ കുറേ കാരണങ്ങളുണ്ട്. പക്ഷേ എന്നാൽ പോലും ഒരു ഘട്ടം എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആൺകുട്ടികൾക്ക് നല്ല ക്ലോസ് ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടാവാറില്ല. നേരത്തെ ക്രിസ്റ്റീന പറഞ്ഞത് കറക്റ്റാണ്. അപ്പം അത് ഇവരുടെ സക്സസ്സുകൾ ഇവർ ഷെയർ ചെയ്യും, ഇവരുടെ കരിയറിലെ അപ്പ് ആൻഡ് ഡൗൺസ് ഷെയർ ചെയ്തില്ല, അപ്സ് എന്തായാലും അവർ ഷെയർ ചെയ്യും, ഓഫീസിലെ പുതിയ വിശേഷങ്ങൾ ഷെയർ ചെയ്യും. പക്ഷേ ഓഫീസിൽ എനിക്ക് ഇങ്ങനെ ഒരു ഇമോഷണൽ പ്രശ്നം ഉണ്ടടാ, എൻ്റെ മാനേജർ എന്നോട് ഇങ്ങനെ പറഞ്ഞു, എനിക്കിത് വിഷമമായി, ഇതവർ പറയില്ല. കാരണം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ ഒരു കഴിവുകേടായിട്ട് കാണുമോ. ജഡ്ജി മാനേജർ അങ്ങനെ പറഞ്ഞതുകൊണ്ട് നീ എന്തിനാ അതിപ്പോൾ ഇങ്ങനെ എടുക്കുന്നേ, നീ ഒന്നും കാര്യമാക്കണ്ട എന്ന് പറഞ്ഞാൽ ചിലപ്പം നെക്സ്റ്റ് ടൈം അങ്ങനെ പ്രശ്നം ഉണ്ടായാൽ പറയില്ല. ഒരുപാട് പേരോടും മിസ്സായി പോകുന്നൊരു ക്വസ്റ്റ്യനാണ് ആർ യു റിയലി ഓക്കെ എന്നുള്ളത്. ഇപ്പം പെൺകുട്ടികൾ 2 ദിവസം ഒന്ന് ലോ ആയിക്കഴിഞ്ഞാൽ നമ്മൾ തന്നെ പോയി ചോദിക്കും എന്താടാ ഓക്കെ അല്ലേ, മൂഡ് ഓഫ് ആണോ. പക്ഷെ ഒരു ആൺകുട്ടിയോട് നമ്മളങ്ങനെ ചോദിക്കാറില്ല. കാരണം ഒന്നാമത്തെ കാര്യം അവൻ അങ്ങനെ മൂഡ് ഓഫ് ആണെന്ന് അവൻ പുറത്ത് കാണിക്കത്തില്ല. ഒരു വലിയ പ്രശ്നം. അതായത് തലപോന്ന കേസ് ഉള്ളിൽ കൊണ്ട് നടന്നാലും അവരത് നമ്മുടെ അടുത്തത് പറയാൻ അവരെടുക്കുന്ന സമയം ചിലപ്പോൾ അതൊക്കെ ഈസിയായി സോൾവ് ചെയ്ത് പോകാവുന്ന പ്രശ്നമായിരിക്കാം. ഉള്ളിൽ കൊണ്ട് നടന്ന് അതിനൊരു അങ്ങേയറ്റം എത്തുമ്പോഴായിരിക്കും അവരത് പറയുന്നുണ്ടാവുക. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന പല വിഷയങ്ങൾ, ഇപ്പോൾ ഓഫീസിലാണെങ്കിലും മറ്റ് വിഷയങ്ങളാണെങ്കിലും കൃത്യമായി ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതിയാവും. അല്ലെങ്കിൽ അവർ ചില സമയത്ത് നമുക്ക് മനസ്സിലാവും, നമ്മുടെ ആൺ സുഹൃത്തുക്കളാണെങ്കിലും പെൺ സുഹൃത്തുക്കളാണെങ്കിലും ഈവൻ ചാറ്റ് ചെയ്യുന്നതിൽ സ്പീഡ് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും.
പക്ഷേ ആൺകുട്ടി അവർ സമ്മതിക്കില്ല. ഇല്ല, ഒന്നുമില്ല, പ്രശ്നമൊന്നുമില്ലല്ലോ. നിനക്ക് തോന്നുന്നു അതായത് ഒരു ചിരിയിൽ ഒരു ഇവനൊരു ഗുഡ് മോർണിംഗ് അയക്കുമ്പോൾ അവരിടുന്ന ഒരു സ്മൈലിയിലോ ഒക്കെ നമുക്കത് ഓക്കെ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നീ നോക്കിയാണോ നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾ കുറേ ചോദിച്ചു കഴിഞ്ഞാലായിരിക്കും എന്തെങ്കിലും പറയുള്ളൂ. അതുപോലെ തന്നെ ആൺകുട്ടികൾ തമ്മിൽ സംസാരിക്കുമ്പോൾ അവരവരുടെ പ്രശ്നം പറയുന്നുണ്ടാവാം. ആ പറഞ്ഞാൽ അവരതിന്റെ ഫോളോ അപ്പ് എടുക്കാൻ അത് ശരിയാട്ടോ ഉണ്ടാവില്ല. ഇപ്പം ചേച്ചി എന്നോടൊരു പ്രശ്നം പറയുന്നു, ഞാൻ ചിലപ്പം 2 ദിവസം കഴിഞ്ഞിട്ട് ചേച്ചി ഒന്ന് ഓക്കെ ആവട്ടെ എന്ന് വിചാരിച്ച് വെക്കുന്നു. അതിന് 2 ദിവസം കഴിഞ്ഞിട്ട് ചേച്ചി ഓക്കെ അല്ലേ, ആ പ്രശ്നമൊക്കെ സോൾവ് ചെയ്തോ, എന്തെങ്കിലും ഹെൽപ്പ് വേണോ എന്തെങ്കിലും നമ്മൾ ചോദിക്കും. പക്ഷെ ആൺകുട്ടികൾ ആ പ്രശ്നം അന്ന് പറഞ്ഞെടുത്ത് അവസാനിച്ചു. അഥവാ ഫോളോ അപ്പ് ചോദിച്ചപ്പോ ഇല്ലടാ ഒക്കെ സെറ്റാണ്, കാരണം എനിക്കൊരു പ്രശ്നമുണ്ട്, ഞാനിപ്പോഴും സ്റ്റക്കാണ് എന്ന് അവർക്ക് ഓപ്പൺലി അഡ്മിറ്റ് ചെയ്യാൻ പലർക്കും പറ്റില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അവരെ കണ്ടീഷൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്. നിന്റെ പ്രശ്നം നീ സോൾവ് ചെയ്യണം, നീയാണ് കുടുംബത്തിന് നാഥൻ, നീയാണ് ഇതെല്ലാം സോൾവ് ചെയ്യേണ്ട ആളെന്ന്. ലാക്ക് ഓഫ് ഇമോഷണൽ റോൾ മോഡൽസ് ഉണ്ട്. അതായത് നമ്മുടെ ആൺകുട്ടികൾ കണ്ട് വളരുന്നത് ആരെയാണ്? ഇതേപോലെ ഇമോഷൻസ് പുറത്ത് കാണിക്കാത്ത അച്ഛനെയോ ചേട്ടനെയോ വലിയച്ഛനെയോ മുത്തശ്ശനെയോ ഒക്കെയാണ്. അപ്പം അവരാണ് കറക്റ്റ് എന്ന് വിചാരിക്കുന്നിടത്തോളം ഇവനൊരിക്കലും മാറാൻ നോക്കില്ല. എന്നാൽ ഇതേ ആൺകുട്ടികൾ തന്നെ ഇവരെക്കാളും ചെറിയൊരു ആൺകുട്ടി വന്ന് ഇവരോട് എന്തെങ്കിലും പ്രശ്നം പറയുമ്പോൾ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് പറയാ, എടി എൻ്റെ അനന്തരവനുണ്ടല്ലോടി, അവൻ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്തൊന്ന് പറയുകയാണേ, മാമ ഞാനേ എൻ്റെ കൂടെ പഠിക്കുന്ന കൊച്ചിനോട് ഇച്ചിരി ക്രഷ് ഉണ്ടായിരുന്നു, ഞാനത് പറഞ്ഞ്, അപ്പോൾ അവൾ പറഞ്ഞ് എന്നെ ഫ്രണ്ടായിട്ടാണ് കാണുന്നതെന്ന്. ഇപ്പം അവൾ എന്നോട് മിണ്ടണില്ല. എന്നെ നല്ല ഫ്രണ്ടായിരുന്നു മാമ, പക്ഷെ ഇപ്പം അവൾ മിണ്ടാത്തോണ്ട് എനിക്ക് സ്കൂളിൽ പോകാൻ പോലും തോന്നുന്നില്ല. ഈ പയ്യൻ എന്തോ 7, 8 കണ്ടാ പഠിക്കുന്നത്. അപ്പം ഇവൻ എൻ്റെ ഫ്രണ്ട് എൻ്റെ അടുത്ത് പറയാനേടി ഇവനിത് വന്ന് പറഞ്ഞപ്പോഴാണ് ആലോചിച്ചേ, ഈടാ ഈ പ്രായത്തിൽ നിനക്ക് ഇതൊക്കെ തുറന്നു പറയാൻ പറ്റുന്നുണ്ടല്ലോ, ധൈര്യം ഉണ്ടല്ലോ. എന്നിട്ട് ഇവൻ പറയാം, ഇവൻ എന്തോ ആ പ്രായത്തിലുള്ള പ്രേമം ഉണ്ടായിരുന്നു പോലും ഇവന്റെ ആ പ്രായത്തിൽ. ഇവൻ ആരോടും, ആ പെങ്കൊച്ചിനോടൊന്നല്ല, ഇവൻ ലോകത്ത് ആരോടും പറഞ്ഞിട്ടില്ല. ഇവന്നിട്ട് പറയാ, എടി ഞാൻ അവനോട് പറഞ്ഞ് മാമന് 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു പ്രേമം ഉണ്ടായിരുന്നു, എന്നിട്ട് മാമന് പറയാൻ പറ്റിയില്ല. എന്നിട്ട് അവസാനം ഈ കൊച്ചെറുക്കൻ ഇവനെ സമാധാനിപ്പിക്കുക, പോട്ടെ മാമ അവസരം ഇനിയും വരും. പക്ഷെ ഇവൻ പറയുന്നത്, ഇനി അവൻ വന്ന് പറയുമ്പോഴാണ് എടി എനിക്കൊന്നും ഈ കാലത്ത് ആ പ്രായത്തിലൊന്നും ആരോടും പോയി പറയാനില്ലായിരുന്നു. അല്ല, അന്ന് കൊച്ചിന് പറയാൻ ഒരു മാമനുണ്ട്, അമ്മാവനുണ്ട്, ഒരു അങ്കിളുണ്ട്. നമ്മുടെയൊക്കെ അമ്മാവന്മാരും അങ്കിൾമാരും പക്ഷേ നമ്മൾ പെൺകുട്ടികള് പ്രേമം പറയുന്ന പോലെ അല്ല ആൺകുട്ടികൾ പ്രേമം പറയുന്നത്. നമ്മളെങ്ങാനും പ്രേമത്തോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിയായിരിക്കും വീട്ടിൽ. ചെക്കന്മാര് നമ്മുടെ പുറകെ കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ തന്നെ ഒരു വലിയ തെറ്റാ. അപ്പോൾ ഇമോഷണൽ റോൾ മോഡൽസ് ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. അപ്പോൾ ഇത് ഓക്കെ, അച്ഛൻ കരഞ്ഞു, അപ്പം കരയാവല്ലേ, കരയുന്ന ദിവസം ഓക്കെ, അച്ഛൻ കരഞ്ഞെങ്കിലും അച്ഛൻ വളരെ ബോൾഡാണല്ലോ, അപ്പോൾ പ്രശ്നമില്ല, കരയാം. അല്ലെങ്കിൽ അച്ഛൻ കുറച്ച് ദിവസമായിട്ട് മിണ്ടുന്നില്ല, അല്ലെങ്കിൽ അച്ഛൻ ഇന്ന ആളുടെ മരണം എഫക്റ്റായിട്ട് അച്ഛൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുക, അമ്മ ആശ്വസിപ്പിക്കുന്നുണ്ട്, അച്ഛൻ്റെ കണ്ണൊക്കെ നിറയുന്നുണ്ട്, അപ്പോൾ അതൊക്കെ നോർമലാണല്ലേ എന്ന്. എന്തിനാണ് ഈ കരച്ചിൽ വരുമ്പോൾ കുട്ടികളിൽ നിന്ന് ഒളിച്ചു വയ്ക്കുന്നത്? നീ കരയുന്നത് ആരും കാണരുത് എന്നുള്ളിൻ്റെ ഉള്ളിലിരുന്ന് ഈ ആണുങ്ങളോടൊക്കെ ആരോ പറയുന്നുണ്ട്. അതായത് ഞാൻ കരഞ്ഞു കഴിഞ്ഞാൽ അതല്ല ചുറ്റിനുള്ള എല്ലാം തകർന്ന് അടിഞ്ഞു പോകും. ആ ഒരു ഭയം അവർക്ക് എപ്പോഴും ഉണ്ട്. ഞാൻ വൾണറബിൾ ആയാൽ കെട്ടിപ്പടുത്ത് വെച്ച എല്ലാം അവിടെ തകർന്നു വീഴുന്നു. പക്ഷെ ഇല്ല, നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാർക്കും ഉണ്ട് ആ ഒരു ശക്തി എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ സിനിമയിലെ നായകന്മാരൊക്കെ കരയുമ്പം ഇപ്പോഴാണല്ലോ കൈയടിച്ചു തുടങ്ങുന്നത്. ഓക്കെ, അവരുടെ ഇമോഷൻസ് കരയുന്ന നായകന്മാര്, അതിപ്പോ നായിക വന്ന് ഓക്കെ പോട്ടെ എന്ന് പറയുന്ന സീനിൽ ഇപ്പം ഭയങ്കര ആരാധകരുണ്ട്. പണ്ട് കുറച്ചുകൂടെ മുന്നേ ആയിരുന്നെങ്കിലോ. ശരിയാണ്, ഇപ്പൊ അങ്ങനത്തെ ക്യാരക്ടേഴ്സും വരുന്നുണ്ട്, എടുക്കാനും തയ്യാറാണ്. കുറച്ച് വീക്കായിട്ടുള്ള ഭയങ്കര മാസ്കുലിൻ അല്ലാത്ത എന്നാൽ ഹീറോയിൻ ഓറിയന്റഡ് ആയിട്ടുള്ള അങ്ങനത്തെ ഉണ്ടല്ലോ. ഇപ്പം എല്ലാവരുടെ ലൈഫിലും എല്ലാ ആണുങ്ങളും ആയിരിക്കണം എന്നില്ല അവിടുത്തെ സ്ട്രോങ് പേഴ്സൺ. അമ്മമാർ സ്ട്രോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ പെണ്ണുങ്ങൾ സ്ട്രോങ് ആയിട്ടുള്ള എത്രയോ ഫാമിലികളുണ്ട്, അല്ലെങ്കിൽ എത്രയോ റിലേഷൻഷിപ്സ് ഉണ്ട്. അവിടെ അവർ ആ ഒരു ബാലൻസ് അങ്ങ് മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരാൾക്ക് പറ്റുന്നില്ലെങ്കിൽ മറ്റാൾ ചെയ്യുക, അതാണോ പെണ്ണോ എന്നുള്ള വ്യത്യാസമൊന്നും അവിടെ ഇല്ല. എല്ലാ കാര്യങ്ങളും ആണ് തന്നെ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു കാറിൻ്റെ ടയർ മാറ്റിയിടാൻ അതൊരാണിന് മാത്രമേ ചെയ്യാൻ പറ്റുന്നൊന്നുമില്ല, ഒരു പെൺകുട്ടിക്കും ചെയ്യാം. അത് ചെയ്യാൻ അറിയാത്ത ആൺകുട്ടികളുണ്ട്. സ്റ്റെപ്പിന് മാറ്റിയിട്ട് അറിയത്തില്ലേ എന്നവനെ പുച്ഛിക്കേണ്ട കാര്യമില്ല. രണ്ടും തെറ്റല്ല. ഒന്നും അങ്ങനെ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് എടുക്കരുത്. ഒരു ആൺകുട്ടി ആയതുകൊണ്ട് ഇവനിത് അറിഞ്ഞിരിക്കണം,
ഒരു ആൺകുട്ടിയാണെങ്കിൽ ഇത് ചെയ്യാൻ അറിഞ്ഞിരിക്കണം, അവിടെ പോകണം ഇവിടെ പോകണം. നമ്മളുണ്ട് ആൺകുട്ടിയാണെങ്കിൽ നിനക്ക് രാത്രിയിൽ പുറത്തിറങ്ങാൻ, ആൺകുട്ടിയൊക്കെ രാത്രി പുറത്തിറങ്ങാൻ പേടിയാ, പക്ഷെ നമ്മളോട് ചോദിക്കില്ല. പെൺകുട്ടി എനിക്ക് പേടിയാ, ഓക്കെ അവക്ക് പേടിയാ. ഇരുട്ടിനെ പേടിയുള്ള ആൺകുട്ടികളുണ്ട്. പല്ലി പാറ്റേനൊക്കെ പേടിയെന്ന് പറഞ്ഞാൽ ആൺകുട്ടി പല്ലി പാറ്റേനെ പാമ്പിനെ പേടിയാ. അതായത് ആൺകുട്ടികൾ ഒന്നിനെയും ഭയക്കാൻ പാടില്ല. പക്ഷെ ആ സമയത്ത് പെൺകുട്ടികൾ പറയും എനിക്ക് അവനെ പോലെ ആവണം ഇവനെ പോലെ ആവണം എന്ന് പറയെങ്കിൽ നമ്മൾ കുറെ കാര്യങ്ങളിൽ ഇത്തരം വിഷയങ്ങൾ വരുമ്പോ നമുക്കൊരു ബ്ലെസ്ഡ് ആണ് നമ്മൾ. എനിക്ക് ഇരുട്ടത്ത് ഒറ്റയ്ക്ക് പോകാൻ പേടിയാ എന്ന് നമുക്ക് പറഞ്ഞാൽ നമ്മളെ ആരും ജഡ്ജ് ചെയ്യില്ല. പക്ഷെ ആൺകുട്ടിക്ക് പറയാൻ പറ്റില്ല, ഉടനെ അവനെ അങ്ങോട്ട് പേടിത്തൊണ്ടൻ ആ ഒരു കാറ്റഗറിയിലേക്ക് പെടും. ലൈറ്റ് ഇട്ട് ഉറങ്ങുന്ന പെൺപിള്ളേര് പ്രശ്നമില്ല, ലൈറ്റ് ഇട്ട് ഉറങ്ങുന്ന ആൺപിള്ളേരാണെങ്കിൽ പിന്നെ ഇത് കല്യാണം കഴിക്കാനുള്ള ഭയം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ സീരിയസ് ആയി കഴിയുമ്പം അവിടുന്ന് ഓടിപ്പോവുക. കാരണം ഇതൊക്കെ ഞാൻ ഇനഫാണോ എന്ന് മനസ്സിലാവാത്തതും ഒരു കാരണമാണ്. പല പല കാരണങ്ങൾ കാണും, അതിലൊരു കാരണം ഞാൻ ഇനഫാണോ, എന്നെ കൊണ്ട് പറ്റുമോ, ഞാനാണല്ലോ ഇത് ലീഡ്, എല്ലായിടത്തും ഞാൻ ലീഡ് ചെയ്യണമല്ലോ, എനിക്കെന്തെങ്കിലും പറ്റിയാലോ അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റിയില്ലെങ്കിലോ ഞാൻ തോൽവിയായി പോകുമോ എന്നുള്ള പേടിയുണ്ട്. അത് ബേസിക്കലി എല്ലാ ഡിസിഷൻ മേക്കിങ്ങിലും അവരിതാണ് ആദ്യമേ അവരുടെ ഉള്ളിൽ നിന്ന് വരുന്നത്. ഇപ്പം നീ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെയാണ്, നിന്നെ കൂടുതൽ സ്ട്രോങ് ആക്കാൻ പറ്റുന്ന തീരുമാനങ്ങളെ നീ എടുക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ഒരു ജോലി രാജിവെച്ചിട്ട് വേറൊരു ബിസിനസ്സിലേക്ക് കടക്കാൻ പോവാണ്, അല്ലെങ്കിൽ വേറൊരു കരിയറിലേക്ക് സ്വിച്ച് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ ഉള്ള ജോലി അത്യാവശ്യം ഓക്കെ ആയ ജോലിയാണെങ്കിൽ അതൊരു ആൺകുട്ടിക്ക് കൊടുക്കുന്ന പ്രഷർ ഇമ്മൻസാണ്. കാരണം ഇപ്പം സെറ്റിലായിട്ട് പോവുകയാണല്ലോ, പിന്നെ എന്തിനാണ് മാറുന്നത്? ചിലപ്പോൾ അവൻ്റെ പാഷൻ കിടക്കുന്നത് ഇപ്പുറത്തായിരിക്കും. ഇവിടെ സ്റ്റെബിലിറ്റി ഉണ്ട്, ഓക്കെ, പക്ഷെ എൻ്റെ പാഷൻ ഇല്ല, പാഷൻ ഇപ്പുറത്താണ്, പക്ഷെ അത് അൺസ്റ്റേബിൾ ആണ്. അപ്പോൾ ഒരു പെൺകുട്ടിക്ക് എടുക്കാൻ പറ്റുന്ന അത്ര ഈസി ആയിട്ടൊരു ആൺകുട്ടിക്ക് ആ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. കാരണം അവൻ അതാരോടും തുറന്നു പറയത്തുമില്ല, അതിങ്ങനെ ഉള്ളിലിങ്ങനെ വെച്ചിട്ട് ഓക്കെ ഞാൻ പാഷൻ വേണ്ട, സ്റ്റെബിലിറ്റി മതി, കുടുംബം നോക്കണം, പൈസ ഉണ്ടാക്കണം, സെറ്റിൽ ആവണം, ഈ ഒരു സാധനം. അതുപോലെ തന്നെ ഇപ്പം കല്യാണക്കാരും പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ പെൺകുട്ടികൾക്ക് കുറച്ചും കൂടെ വഴക്കും ബഹളമൊക്കെ വീട്ടിലുണ്ടാവുമെങ്കിലും എനിക്കിപ്പം കല്യാണം വേണ്ട എന്ന് പറയുന്ന പെൺകുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം കല്യാണം വേണ്ട, അല്ലെങ്കിൽ ഞാൻ കല്യാണം കഴിക്കുന്നില്ല എന്നൊക്കെ പറയുന്നത്. പക്ഷെ ചില ആൺകുട്ടികൾക്ക് എനിക്കിപ്പം കല്യാണം വേണ്ട, അല്ലെങ്കിൽ എൻ്റെ പാർട്ട്ണറെ ഞാൻ കണ്ടുപിടിക്കാം എന്ന് പറയാൻ അവർ പറയില്ല. അവര് എന്തിനാ നീ ഇപ്പം കല്യാണം കഴിക്കണേ? അത് ഞാൻ സോഷ്യൽ പ്രഷറിന്റെ പുറത്ത് കല്യാണം കഴിക്കണം. സോഷ്യൽ പ്രഷറിന്റെ പുറത്തോ? അപ്പൊ നീ പറയുന്ന ആശയവും ജീവിതവും തമ്മിൽ ഒന്നും തമ്മിൽ മാച്ച് ആവുന്നില്ലല്ലോ. അല്ല, എല്ലാരും കല്യാണം കഴിക്കുകയാണ്, അപ്പം എനിക്കിനി മുന്നോട്ട് പോകണമെങ്കിൽ കല്യാണം കഴിക്കണം. അപ്പം നിന്നെ പ്രതീക്ഷിച്ചിരുന്ന പെൺകുട്ടി അതെനിക്ക് അറിഞ്ഞൂടാ, ഞാൻ സോഷ്യൽ പ്രഷറിന്റെ പുറത്ത് കല്യാണം. അപ്പം നിനക്ക് പ്രതീക്ഷ, എനിക്ക് പ്രതീക്ഷയൊന്നുമില്ല. അപ്പൊ അപ്പുറത്തെ ആൾക്ക് പ്രതീക്ഷ ഉണ്ടാവില്ലേ? അപ്പുറത്തെ ആൾക്ക് പ്രതീക്ഷയുണ്ട്. ഇതൊക്കെ ചോദ്യത്തിന് ഉത്തരവില്ല. സോഷ്യൽ പ്രഷറിന്റെ പുറത്ത് കല്യാണം കഴിക്കാൻ തീരുമാനിക്കുന്ന ആൺകുട്ടികളും നമുക്ക് ചുറ്റുമുണ്ട്. എനിക്ക് തോന്നുന്നു പെൺകുട്ടികൾ കുറച്ചും കൂടെ ഇപ്പം നമ്മൾ പറയില്ല, പെൺകുട്ടികൾ സ്ട്രോങ് ആയാൽ പല പ്രണയങ്ങളും സക്സസ് ആവും എന്ന് പറയുന്ന പോലത്തെ ഒരു തിയറി പറയാറുണ്ടല്ലോ. അതുപോലെ വേറൊരു തിയറി ഉണ്ട്, അതായത് പെൺകുട്ടികൾക്ക് ഒറ്റയ്ക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റും, ആൺകുട്ടികൾക്ക് അതിന് സാധിക്കില്ല. അവർക്ക് എപ്പോഴും ഒരു കമ്പാനിയൻ വേണം. അത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മൾ ആൺകുട്ടികൾ ഒരാണിനോട് പറയുന്നത് പോലെ ആയിരിക്കില്ല. നമ്മളിപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട്സിൻ്റെ അടുത്ത് എന്നിട്ട് ആൺകുട്ടീനോട് എന്താ നിന്റെ പ്രശ്നം നീ പറ എന്ന് പറഞ്ഞ് 2-3 തവണ തട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇമോഷണലായിട്ട് പണ്ട് മുതൽ, അതായത് ചെറുപ്പത്തിൽ, അതായത് അവർ ആ സമയം നമ്മൾ കേൾക്കാനിരുന്നത് ചിലപ്പം അവരുടെ വേറൊരു ഫ്രണ്ട് അവനോട് വഴക്കുണ്ടാക്കിയോ അതായിരിക്കും. പക്ഷെ അവൻ പറഞ്ഞു വരുന്നത് അവന്റെ ചെറുപ്പത്തിൽ അമ്മ അനിയനുണ്ടായപ്പം അനിയനെ കൂടുതൽ താലോലിച്ചു, അവിടെ തൊട്ട് എനിക്ക് അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ളൊരു വലിയൊരു കഥയായിരിക്കും. പൈലാണ് അവർ പതുക്കെ തുറക്കുന്നത്. പക്ഷെ ആൺകുട്ടികൾക്ക് എനിക്ക് തോന്നുന്നു ചില ആൺകുട്ടികൾ കല്യാണം കഴിക്കുമ്പോൾ ചിലർക്ക് നല്ല പാർട്ട്ണറെ കിട്ടിക്കഴിഞ്ഞാല് അവർ ഫുൾ കംഫർട്ട് ആവും. ആൺകുട്ടി കറങ്ങണം എന്ന് പറയുന്ന ഒരു സാധനം, പുറത്ത് പോകാൻ ആൺകുട്ടി വേണം, കറങ്ങാൻ ആൺകുട്ടി വേണം എന്നല്ലേ. ചിലർ നല്ല പാർട്ട്ണറെ കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ ഒരു ലോകം തന്നെ ഈ പെൺകുട്ടിയിലേക്ക് ചുരുങ്ങി പോകുന്ന ആൺകുട്ടികളുണ്ട്. അതായത് എല്ലാം പറയും, അവരുടെ എല്ലാ ഇമോഷൻസും പറയും, അവർ സിനിമയ്ക്ക് കൊണ്ടുപോകും, അല്ലെങ്കിൽ ആൺകുട്ടികളുടെ കൂടെ തന്നെ സിനിമയ്ക്ക്. അപ്പൊ ചിലർ പറയും അവൻ പെൺകോന്തനായി പോയി. അങ്ങനെയായിരിക്കും കല്യാണം കഴിഞ്ഞോടെ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലായതോടുകൂടി ഫുൾ ടൈം ഫോണിലാണ്. പക്ഷെ ആയിരിക്കില്ല, അവൻ അതുവരെ അനുഭവിക്കാത്ത ഒരു കംഫർട്ടും ഒരു സമാധാനവും കിട്ടുന്നുണ്ടാവും. അത് എല്ലാവർക്കും എന്നല്ല പറഞ്ഞാൽ കിട്ടുന്ന
പറയുന്നുണ്ടാവും. അതുകൊണ്ട് അവരവിടെ അതിനകത്ത് അവർ ഭയങ്കരമായിട്ട് ഇത് ആസ്വദിക്കുന്നുണ്ടാവും. പെൺകുട്ടികൾക്ക് പല സ്ഥലത്തു നിന്ന് ഇത് കിട്ടിയിട്ടുണ്ടാവും, അമ്മേന്റെ അടുത്ത് കിട്ടി, അച്ഛൻ്റെ അടുത്ത്, ചേട്ടൻ്റെ അടുത്ത് നിന്ന്, ചേച്ചീൻ്റെ അടുത്ത് നിന്നൊക്കെ. പക്ഷെ ആൺകുട്ടികൾ ഒരാൾ എത്ര പേര് ആൺകുട്ടികളെ വിളിച്ചെടുത്ത് അവിടെ പോട്ടെ എന്ന് പറഞ്ഞാൽ തലോടും, അല്ലെങ്കിൽ ഫുഡ് വാരി കൊടുക്കും. എനിക്ക് എൻ്റെ അച്ഛൻ ചിലപ്പോൾ ഫുഡ് വാരി തരും, പക്ഷെ എൻ്റെ ചേട്ടനത് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ നമുക്ക് നമ്മുടെ തലോടലുകൾ പല രീതിയിൽ. എനിക്ക് ഇപ്പൊ നമുക്ക് പിറന്നാളുകൾക്ക് ഗിഫ്റ്റ് കിട്ടും. ചേച്ചിന്റെ ആൺ സുഹൃത്തുക്കളിൽ എത്ര പേർക്ക് അതുപോലെ ഗിഫ്റ്റ് കിട്ടും? ഒരു പെൺകുട്ടിയുടെ പിറന്നാൾ സെലിബ്രേറ്റ് ചെയ്യുന്ന പോലെ പലപ്പോഴും ആൺകുട്ടിയുടെ പിറന്നാൾ സെലിബ്രേറ്റ് ചെയ്യപ്പെടാറില്ല. അത് ഫ്രണ്ട്സിന്റെ ഇടയിൽ, ഫ്രണ്ട്സിന്റെ വീട്ടിൽ സെലിബ്രേറ്റ് ചെയ്യുമായിരിക്കും. അപ്പൊ ഗിഫ്റ്റുകൾ ഇപ്പം ചില ഫ്രണ്ട്സ് എന്നോട് പറയാറുണ്ട്, എനിക്ക് ഇതുവരെ എന്റെ ജീവിതത്തിൽ ഗിഫ്റ്റേ കിട്ടിയിട്ടില്ല എന്ന്. 30 വയസ്സും 33 വയസ്സും ഒക്കെ ഉള്ള, അല്ലെങ്കിൽ 35 വയസ്സും, അല്ലെങ്കിൽ എന്റെ കസിൻസ്, വലിയ ചേട്ടന്മാര്, എന്റെ ലൈഫിൽ എനിക്ക് ഗിഫ്റ്റേ കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ഇതുവരെ ഗിഫ്റ്റ്. എൻ്റെ ഫ്രണ്ട്സ് എന്നോട് പറയുമ്പോൾ, നമ്മൾ പിയർ ഗ്രൂപ്പിൽ നിന്ന് സംസാരിക്കുമ്പം ചിലപ്പോൾ എനിക്കൊക്കെ പിറന്നാളിന് കുറേ ഗിഫ്റ്റുകൾ കിട്ടും. അപ്പം നമ്മൾ ഈ ഗിഫ്റ്റ് ഇവർ തന്നൊക്കെ പറയുമ്പോൾ തന്നെ സ്റ്റാറ്റസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ, ഇത്രയും ഗിഫ്റ്റോ, എനിക്ക് സ്റ്റോറി പോലും ഇടാൻ ഒരു പട്ടിക്കുറുക്കം പോലും ഇല്ല, എനിക്കിങ്ങനെ ഗിഫ്റ്റ് കിട്ടിയിട്ടില്ല എന്ന് പറയും. അതായത് അവരുടെ ഉള്ളിൽ ആഗ്രഹങ്ങൾ ഇല്ലാഞ്ഞിട്ടാണോ? അവർ പാമ്പറിങ് ആഗ്രഹിക്കുന്നുണ്ടാവാം ഇല്ലേ? അവരുടെ ഒരു കംഫർട്ട് സോണിൽ നമ്മൾ മീംസും മറ്റേ റീൽസും കാണത്തില്ലേ, പുറത്ത് ഭയങ്കര ഇങ്ങനെ നിൽക്കുന്ന ചക്കന്മാര്, അകത്ത് ചക്കരേന്ന് വിളിക്കുമ്പോൾ എനിക്ക് ഓടി വരുന്നത്. പെൺകുട്ടിയുടെ ഷോൾഡറിൽ കിടക്കുന്ന റീൽ നമ്മൾ കാണും. ഓ, ഞാൻ ആൺകുട്ടിയാന്ന് മറന്നുപോയി, ഇനി ഇപ്പുറത്തേക്ക് സ്വിച്ച്. ആക്ച്വലി അവർ ആ സാധനം എക്സാക്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ അവർക്കത് പുറത്ത് കാണിക്കുന്നത് ഓക്കെ ആണെന്ന് അവർക്ക് പലപ്പോഴും മനസ്സിലാവുന്നില്ല. ഇതിനെ എങ്ങനെ നമുക്ക് ഇതിനെ മാറ്റാൻ പറ്റും? ഇപ്പം ഞാനോ ക്രിസ്റ്റീനോ ഇരുന്ന് സംസാരിച്ച തീരുന്ന പ്രശ്നമൊന്നുമല്ല, പക്ഷെ എന്നാലും ആലോചിച്ച് നോക്കിയാൽ നമുക്കിത് മാറ്റം വരേണ്ടത് ആദ്യം തന്നെ ഫാമിലിയിൽ നിന്നാണ്. ഇത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ഇമോഷണലി ഓപ്പൺ അപ്പ് ചെയ്യാനുള്ള ഒരു സ്പേസ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. പെൺകുട്ടികൾ വന്ന് പറയുന്നത് പോലെ തന്നെ ആൺകുട്ടികളോടും ഡെയിലി സ്കൂളിലെ വിശേഷങ്ങളും കോളേജിലെ വിശേഷങ്ങളും ഒക്കെ വന്ന് സംസാരിക്കുന്ന ഒരു അന്തരീക്ഷം വീട്ടിലുണ്ടാക്കണം. അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ ഞാൻ ജഡ്ജ് ചെയ്യപ്പെടില്ല, എൻ്റെ വീട്ടുകാർ എന്നെ കേൾക്കും, എന്ത് ഞാൻ പറഞ്ഞാലും എന്നെ സപ്പോർട്ട് ചെയ്യാൻ എൻ്റെ വീട്ടുകാരുണ്ട് എന്നൊരു ഫീലിംഗ് നമ്മൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ഏറ്റവും ബേസിക്കലി ചെയ്യാൻ പറ്റുന്ന കാര്യം. അത് വീട്ടിൽ ഒരാൾ മാത്രമല്ല, വീട്ടിൽ എല്ലാവരും അതിൽ ഇൻവോൾവ് ആവുക. ഇപ്പം വീട്ടിൽ 2 മക്കളുള്ള വീട്ടിലാണെങ്കിൽ, ഇപ്പോൾ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ആണെങ്കിൽ ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്ന സമയങ്ങൾ ഉണ്ടാവട്ടെ വീട്ടിൽ. ഒരു പെൺകുട്ടി വീട്ടിൽ അന്നത്തെ സ്കൂളിലെ പ്രശ്നങ്ങൾ വന്ന് പറയുന്ന പോലെ തന്നെ ആൺകുട്ടിയും വന്ന് പറയണം. അവൻ്റെ ഇമോഷൻസ് നമ്മൾ നിസാരവൽക്കരിക്കാതെ, അതൊന്നും നീ കാര്യമാക്കണ്ട, നീ ഒരാണല്ലോ, നീ അത് ഡിലി എന്ന് പറയാതെ, ഓ അങ്ങനെയാണോ അന്ന് കേൾക്കുക. അതുപോലെ തന്നെ വീട്ടിലെ മുതിർന്ന ആണുങ്ങൾ ഈ പറയുന്ന പോലെ ഇമോഷണലി വൾണറബിൾ ആവുന്നത് ഓക്കെ ആണ് എന്ന് അടുത്ത തലമുറയ്ക്കെങ്കിലും പറഞ്ഞു കൊടുക്കുക. നിങ്ങൾക്കോ എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയില്ല, നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ കൊണ്ടു നടക്കുക, നിങ്ങൾ തിരിച്ചറിയുന്ന പോലും ഉണ്ടാവില്ല. അതുപോലെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് സ്കൂളുകളിലും. ഇപ്പോൾ ടീച്ചർമാർക്കാണെങ്കിൽ, ഇപ്പോൾ കുറേയൊക്കെ ടീച്ചർമാർ മാറി ചിന്തിക്കുന്നുണ്ട്. നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് ടീച്ചർമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു കാർക്കശ്യമുള്ളവരാണ്. അവരങ്ങനെ സ്നേഹത്തോടെ, സ്നേഹം ഉണ്ടെങ്കിലും അത് പ്രകടിപ്പിക്കാൻ പാടില്ല എന്ന് വിശ്വസിച്ചിരുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ ആൺകുട്ടികളോട് പൊതുവേയും അവർ ആ ഒരു കരുതലും സ്നേഹവും കെയറിങ്ങും അധികം കാണിക്കില്ല. പക്ഷെ അത് കാണിക്കണം. ഇപ്പോൾ കളികളിലൊന്നും ചേരാതെ മാറി നിൽക്കുന്ന ഒരു പയ്യനുണ്ടെങ്കിൽ, ആൺകുട്ടി ഉണ്ടെങ്കിൽ, അവനെ വിളിച്ച് ചോദിക്കുക, എന്താ മോനെ, എന്താ ചെയ്യാത്ത, എന്താ ഇഷ്ടമല്ലേ, നിനക്ക് ഇഷ്ടം എന്താ, നിനക്ക് പാട്ട് പാടാനാണോ? ചില ആൺകുട്ടികളുണ്ട്, അവർക്ക് ഡാൻസ് ചെയ്യാനായിരിക്കും ഇഷ്ടം, പക്ഷെ വീട്ടിൽ നിന്ന് വിടുന്നുണ്ടാവില്ല. അത് വന്ന് പറയാൻ ഭയമായിരിക്കും. പെൺകുട്ടികളാണ് ഡാൻസ് കളിക്കുക എന്ന് വീട്ടിൽ പറഞ്ഞു. അപ്പോൾ നമ്മൾ അവരുടെ പാരൻസിനെ വിളിച്ച് സംസാരിക്കുക. ടീച്ചർമാർക്ക് അങ്ങനെ കുറേ കാര്യങ്ങൾ സ്കൂളിൽ നിന്ന് ചെയ്തു കൊടുക്കാൻ പറ്റും. ഇനി പിയർ ഗ്രൂപ്പിലാണെങ്കിൽ, ഒരു ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിക്ക് കൊടുക്കുന്ന അതേ ഒരു ഇമോഷണൽ സപ്പോർട്ട് ആൺകുട്ടികൾക്കും കൊടുക്കണം. ഇരുന്ന് ഓപ്പണായിട്ട് സംസാരിക്കുക, ജഡ്ജ് ചെയ്യാതിരിക്കുക. ആരെങ്കിലും എന്തെങ്കിലും ഫോബിയകളെ കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളെക്കുറിച്ചോ പറയുമ്പോൾ നല്ല മനസ്സോടെ കേട്ടിരിക്കുക. ഇനി കുറച്ചും കൂടി മുതിർന്ന് നമ്മുടെയൊക്കെ പ്രായത്തിലുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, ആൺകുട്ടികൾ ഇങ്ങനെ തുറന്ന് സംസാരിച്ച് ശീലമില്ലാത്തവരാണ് കൂടുതലും. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്യണം. നമ്മുടെ ഫ്രണ്ട്സ് അല്ലേ, അവരെ നമുക്ക് വേണമല്ലോ. അപ്പോൾ കുറച്ചുകൂടി സമയം ഇൻവെസ്റ്റ് ചെയ്ത് അവരെ കൊണ്ട് അവരുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ പറയിക്കുക.
നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഹെൽപ്പാണ് ചെയ്തു കൊടുക്കുക. അല്ലെങ്കിൽ ഉറപ്പായിട്ടൊരു പ്രൊഫഷണൽ ഹെൽപ്പ് തന്നെ എടുക്കണം. നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് അവരോട് നമ്മൾ പറയും, നീ സംസാരിക്കുമ്പോൾ സംതിങ് മിസ്സിങ് ഉണ്ട്, നമുക്കൊരു എക്സ്പേർട്ടിൻ്റെ ഒരു ഒപ്പീനിയൻ എടുക്കാം, ഒരു പ്രൊഫഷണലിനെ പോയി കാണാം, ഞാൻ കൂടെ വരാം, അല്ലെങ്കിൽ ഇങ്ങനെ കോണ്ടാക്ട് നമ്പർ ഉണ്ട് എന്ന് നമ്മൾ പറയുന്ന സമയത്ത് അവർക്കത് സ്വീകരിക്കാൻ ഭയങ്കര മടിയായിരിക്കും. നമ്മൾ പ്രഷർ ചെയ്താലും. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. എൻ്റെ ഒരു വളരെ അടുത്തൊരു സുഹൃത്തുണ്ട്. അവൻ പറയുന്നത് തെറാപ്പിയിൽ വിശ്വാസമില്ല. സെയിമുണ്ട്. തെറാപ്പിയിൽ വിശ്വാസമില്ല. അപ്പോൾ ഞാനത് കുറേ കേൾക്കുന്നത് ഞാൻ അത് ഇഗ്നോർ ചെയ്തോടും. ഒരു ദിവസം ഞാൻ പിടിച്ചിരുത്തി ഞാൻ ചോദിച്ചു, നീ എന്താ അങ്ങനെ പറഞ്ഞു? എടി, എൻ്റെ പ്രശ്നം എനിക്കല്ലേ അറിയാവുന്ന, മൂന്നാമതൊരാൾക്ക് എങ്ങനെ ഇത് സൊല്യൂഷൻ കണ്ടുപിടിച്ച് തരാൻ പറ്റും? നീ തെറാപ്പിയെക്കുറിച്ച് എന്താ വിചാരിച്ചു വെച്ചേക്കുന്നത്? അതായത് നീ നിൻ്റെ പ്രശ്നം കൊണ്ട് അങ്ങോട്ട് ചെല്ലുന്നു, തെറാപ്പിസ്റ്റ് പ്രശ്നമാ മോനെ കൊണ്ടുപോകാൻ നിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞ് എടുത്തു വെച്ചിട്ട് മരം പറിക്കുന്ന ലാഘവത്തോ ഇതാ പ്രശ്നമല്ല മാറ്റിക്കൊണ്ടോക്കോ ഇങ്ങനെയാണോ നീ വിചാരിച്ചേക്കുന്നതെന്ന് ചോദിച്ചു. അല്ലേ ബെസ്റ്റ് എടാ, തെറപ്പി അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു പ്രശ്നം അത് നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നില്ല, അതിനെ ഏതൊക്കെ രീതിയിൽ അഡ്രസ്സ് ചെയ്യാൻ നമ്മളെ എക്യുപ്ഡ് ആക്കാം എന്നുള്ളതാണ് അവർ ചെയ്തു തരുന്നത്. അല്ലാതെ അവർ നമുക്ക് വേണ്ടി നമ്മുടെ പ്രശ്നം സോൾവ് ചെയ്ത് തരുകയല്ല ചെയ്യുന്നത്. പക്ഷെ ഞാൻ എന്തൊക്കെ പറഞ്ഞാലും ഇവൻ പറയുന്നത് അങ്ങനെ പോകുന്നത് എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണെന്നല്ലേ. അത് എൻ്റെ ഈഗോയ്ക്ക് സെറ്റാവില്ല. എൻ്റെ പ്രശ്നം ഞാൻ സോൾവ് ചെയ്യും, എനിക്ക് പുറത്തുനിന്ന് ആരുടെ സഹായം വേണ്ട. എന്നിട്ട് സോൾവ് ചെയ്യുന്നുണ്ടോ? അതില്ല. കാരണം സ്റ്റക്കായി നിൽക്കുകയാണ് ആശാൻ. ഒരു സ്റ്റെപ്പ് എടുക്കാൻ പറ്റുന്നില്ല. പക്ഷെ എന്നാലും ചെയ്യില്ല. അപ്പം ചെയ്യാൻ പറ്റും, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറഞ്ഞു കൊടുക്കാൻ പറ്റും. പൂച്ചക്കുട്ടിന്ന് പറഞ്ഞാൽ പിടിച്ചുകൊണ്ട് അവിടെ കൊണ്ട് നമുക്ക് നിർബന്ധപൂർവ്വം അവരെ അവിടെ കൊണ്ട് ഇരുത്തിയിട്ടുണ്ടെങ്കിൽ അവർ ഓപ്പൺ ആവില്ല. ഇല്ല, അതൊരു ഉള്ളിന്നൊക്കെ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, എനിക്ക് എൻ്റെ കരച്ചിൽ നിർത്താൻ പറ്റുന്നില്ല, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ ഹാർട്ട് ബീറ്റ് കൂടുതലാണ്, സംതിങ് എനിക്ക് എന്താണ് പ്രശ്നം, എനിക്ക് ഈ പ്രശ്നത്തിന് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ഡിസിഷൻ മേക്കിങ്ങിന് ഭയങ്കര ടൈം എടുക്കുകയാണ്, അതെൻ്റെ ലൈഫിനെ ബാധിക്കുന്നുണ്ട്. ഇങ്ങനെ സ്വയം തോന്നിയിട്ട് നമ്മളൊരു എക്സ്പേർട്ടിൻ്റെ അടുത്ത് പോവുകയാണെങ്കിൽ നന്നായി നമ്മൾ സംസാരിക്കും. ഇതാണ് എൻ്റെ പ്രശ്നം. ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല, ഇതൊന്നും ഇല്ല എന്ന് പറഞ്ഞ് ജസ്റ്റ് ഇങ്ങനെ സാധനം ചെയ്ത് വിടാം. ചിലരുടെ കേസ് ഭയങ്കര മോശമായിരിക്കാം, ചിലർക്കൊന്നും ഉണ്ടാവത്തില്ല. അപ്പം നമ്മൾ അതിനെ ആ ഒരു മെൻ്റൽ ഹെൽത്തുമായി ബന്ധപ്പെട്ട ഒരു എക്സ്പേർട്ടിൻ്റെ ഒപ്പീനിയൻ എടുക്കാൻ ആൺകുട്ടികൾക്ക് മടിയുണ്ട്. അതെ, ഇതേ സ്ഥാനത്ത് തന്നെ എൻ്റെ ഒരു സുഹൃത്ത്, ഒരു പെൺ സുഹൃത്ത്, അവളൊരു ദിവസം എൻ്റെ അടുത്ത് തന്നെ, എടാ ഞാൻ പേരുകൾ മറന്നു പോകുന്നു. അപ്പം ഞാൻ ദാറ്റ്സ് ഓക്കെ, എനിക്കും മറന്നുകൊണ്ട്. അല്ല അങ്ങനെയല്ല, ഇത് കുറച്ച് ഫ്രീക്വൻ്റ് ആയിട്ട് എനിക്ക് ആളുകളുടെ പേര് ഓർമ്മ കിട്ടുന്നില്ല, സ്ഥലത്തിൻ്റെ പേര് ഓർമ്മ കിട്ടുന്നില്ല, ആൻഡ് ഷീ ഈസ് പാനിക്കിങ്. എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഓക്കെ, നിനക്ക് എന്ത് തോന്നുന്നുണ്ടെങ്കിൽ ഒരു കൗൺസിലിങ്ങിന് പോവാം. അങ്ങനെ ഷീ സ്റ്റാർട്ടഡ് സീയിങ് എ സൈക്കോളജിസ്റ്റ്. അപ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. അന്വേഷിച്ചപ്പോൾ പുള്ളിക്ക് മനസ്സിലായി എവിടെയാണ് എന്താണ് പ്രശ്നം കിടക്കുന്നതെന്ന്. ഒരു 4-5 സിറ്റിങ്ങിൽ അവൾ ഓക്കെ ആയി. അവളെൻ്റെ അടുത്തൊന്ന് പറഞ്ഞു, എടാ നീ എന്ന് സജസ്റ്റ് ചെയ്തെന്നോ എന്നായിരുന്നു. പെൺകുട്ടികൾ കുറച്ചും കൂടി ഈ വിഷയത്തെ അഡ്രസ് ചെയ്തത് ഓപ്പൺ ആണ്. മൂഡ് സ്വിങ്സ്, ആങ്സൈറ്റി ആണ്, എനിക്ക് പാനിക് അറ്റാക്ക് ആണ്, ഈ വാക്കുകൾ എവിടെ ഉപയോഗിക്കണം എന്ന് അറിയില്ല. ശരിയാ, മിക്കവാറും റോങ് ആയിട്ടായിരിക്കും ഉപയോഗിക്കുന്നത്. പക്ഷെ അതിപ്പോ മൂഡ് ഓഫ് മൂഡ് സ്വിങ്സ് എന്താണെന്ന് അറിയണ്ടാവില്ല. പക്ഷെ ചിലർ വന്നിട്ട് എനിക്ക് മൂഡ് സ്വിങ്സ് ആണ്, ആക്ച്വലി ആയിരിക്കില്ല, മൂഡ് ഓഫ് ആയിരിക്കും, 1-2 ദിവസത്തിൽ മാത്രം നിൽക്കുന്ന ഒരു സാധനമായിരിക്കും. പക്ഷെ നമ്മൾ പറയും എനിക്ക് മൂഡ് സ്വിങ്സ് ആണ്. അതുപോലെ ഉണ്ട്, എനിക്ക് പാനിക് അറ്റാക്ക് ആണ്. എന്ത് കുറച്ചേരം ടെൻഷൻ അടിച്ച് ഒന്ന് ബ്രീതിങ് ഒന്ന് കുറച്ച് കൂടി, അതിനാണ് പറയുന്നത് പാനിക് അറ്റാക്ക്. പക്ഷെ അവർ 4 ആൾ കൂടുന്നിടത്ത് ഇതൊക്കെ ഉണ്ട് എന്ന് പറയും. ശരി, അവർക്കത് ഓപ്പൺ ആയിട്ട് അഡ്മിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല, അതിന് സഹായം തേടാനും അവർക്ക് വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷെ കുറച്ചും കൂടെ നമ്മളിപ്പം റിലേഷൻഷിപ്പ് പൊട്ടിപ്പോയി, അത് എനിക്ക് റിലേഷൻഷിപ്പ് വൃത്തിയിൽ പൊട്ടി എന്ന് പെൺകൊച്ചുകൾ പറയും. എന്റെ കൂടെ ചിലതാണെങ്കിൽ പറയും, ചില പെൺസുഹൃത്തുക്കൾ പറയും ഞാൻ വേണ്ടാന്ന് വെച്ചതാ എന്ന് പറയും. അത് അന്തസ്സായി തന്നെ അത് അങ്ങനെ പറയും അവര്. എനിക്ക് വേണ്ട എന്ന് തോന്നി, ഞാനതിനെ, എനിക്കത് പല കാരണങ്ങളാൽ വർക്കായില്ലെന്ന് തോന്നി, ഞാൻ വേണ്ടാന്ന് വെച്ചു എന്ന് പറയുന്ന പെൺകുട്ടിയുണ്ട്. അല്ലെങ്കിൽ എനിക്ക് ഞാൻ ഈ രീതിയിലുള്ള പ്രൊഫഷണലിന്റെ സഹായം ഇന്നൊരു സമയത്ത് എടുത്തിട്ടുണ്ട് എന്ന് പറയാൻ മടിയുള്ള പെൺകുട്ടികൾ. പക്ഷെ ആൺകുട്ടികൾക്ക് അത് എടുത്താൽ തന്നെ പറയാൻ, ഇപ്പൊ ഞാൻ എടുത്തിട്ടുണ്ടെന്ന് ഞാൻ പറയാണ്, ഞാൻ ചേച്ചി ഇതിങ്ങനെ എടുത്താൽ എനിക്ക് ഇന്ന ബെനിഫിറ്റ് ആണ് ഉണ്ടായി, ചേച്ചി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്ന് നമ്മൾ അറിയാവുന്ന ഒരാൾ പറയുമ്പോൾ കുറച്ചും കൂടെ കോൺഫിഡൻസ് വരുമല്ലോ നമുക്ക് അത് എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ആൺകുട്ടികൾക്ക് ആ ഒരു, എനിക്ക് തോന്നുന്നത് ഞാൻ സംസാരിക്കുന്ന ആൺകുട്ടികൾക്ക് അത്രയൊരു എക്സ്പേർട്ടിന്റെ ഒരു ഒപ്പീനിയൻ എടുക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു തെറാപ്പി എടുക്കാനോ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. അത് ഞാൻ വീക്കായതുകൊണ്ടാണ്. ഞാൻ വീക്കല്ല. അപ്പോൾ ഇന്നും നമ്മുടെ ആണുങ്ങൾക്കും ആൺകുട്ടികൾക്കും ഇമോഷണലി ഓപ്പൺ അപ്പ് ആവാനുള്ള സ്പേസുകൾ കുറവാണ്. ഇപ്പോൾ വീണ്ടും കുറച്ചും കൂടിയൊക്കെ വരുന്നുണ്ടെങ്കിൽ പോലും ഒരു പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു ക്ലസ്റ്റർ ഓഫ് ആൾക്കാർക്ക് മാത്രമേ അത് കിട്ടുന്നുള്ളൂ. അത് കിട്ടാത്ത ഒരുപാട് പേര്
ഇനിയുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്പേസുകൾ വീടുകളിലും കൂട്ടുകാരുടെ ഇടയിലും സ്കൂളുകളിലും ഓഫീസുകളിലും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അതുപോലെ ഈ മെൻ്റൽ ഹെൽത്തിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, ഇപ്പോൾ ആങ്സൈറ്റി ആയിക്കോട്ടെ, ഡിപ്രഷൻ ആയിക്കോട്ടെ, പേരറിയാത്ത എന്തും ആയിക്കോട്ടെ, നിങ്ങൾ എവിടെയെങ്കിലും സ്റ്റക്കായി നിൽക്കുകയാണ്, ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ തോന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു എക്സ്പേർട്ടിൻ്റെ ഹെൽപ്പ് എടുക്കുന്നത് ഒരു മോശം കാര്യമല്ല എന്ന് നമ്മുടെ ആൺകുട്ടികൾക്ക് കുറേ കൂടി മനസ്സിലാവട്ടെ. നമ്മുടെ ആൺകുട്ടികളും ധാരാളം സംസാരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം.